ഹായ് ഫ്രണ്ട്സ്, ക്വാളിറ്റി ചോയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വാട്ടർ ഹീറ്ററുകൾ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു പ്രാവശ്യം കംപ്ലൈൻറ്റ് വന്നു, നമ്മൾ കമ്പനിയിൽ രജിസ്റ്റർ ചെയ്തു, അവർ വന്ന് നന്നാക്കിപ്പോയി, വീണ്ടും കംപ്ലൈൻറ്റ് വരികയാണ്, വീണ്ടും നമ്മൾ രജിസ്റ്റർ ചെയ്തു, വീണ്ടും അവർ വന്ന് നന്നാക്കിപ്പോയി, അത് കഴിഞ്ഞ് വീണ്ടും കംപ്ലൈൻറ്റ് വരുന്നു. ഇങ്ങനെ ഗ്യാരൻറ്റി പീരീഡ് കഴിയുന്നതിന് മുമ്പേ 3-4 പ്രാവശ്യമൊക്കെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതാണ് ഇനിയും നമ്മളത് സഹിക്കേണ്ട ആവശ്യമുണ്ടോ? കമ്പനി സാധനമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കമ്പനിയുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുക. കസ്റ്റമർ കെയറിൽ ഡയറക്റ്റ് വിളിച്ചിട്ട് നിങ്ങൾ കമ്പനിയുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അതിൻ്റെ റീജിയണൽ മാനേജറോ മറ്റോ ആയിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് ഞങ്ങൾക്ക് റീപ്ലേസ് ചെയ്ത് തരണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടുക. ഒരിക്കലും നിങ്ങൾ ഇത് ഡയറക്റ്റ് ഷോപ്പിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഷോപ്പുകാർ നിങ്ങൾക്കിത് റീപ്ലേസ് ചെയ്ത് തരില്ല. അപ്പോൾ നിങ്ങൾ കമ്പനിയിൽ നിന്നും നിർബന്ധമായിട്ട് കമ്പനിയെ കോൺടാക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഷോപ്പ് ഇത് നിങ്ങൾക്ക് സെയിൽ ചെയ്ത ഷോപ്പ് മുഖേനയെങ്കിലും നിങ്ങൾ കമ്പനിയെ കോൺടാക്റ്റ് ചെയ്ത് റീപ്ലേസ് ചെയ്യണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും അവരിൽ നിന്നും ഒരു റീപ്ലേസ് സ്റ്റിക്കർ നിങ്ങൾ ഈ ഡാമേജ് ഹീറ്ററിൽ പതിപ്പിച്ച് വാങ്ങുകയും ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ എടുത്ത ഷോപ്പിൽ നിന്ന് നിങ്ങൾക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ വെറുതെ 2 പ്രാവശ്യം 3 പ്രാവശ്യം കംപ്ലൈൻറ്റ് വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളത് സഹിക്കേണ്ട ആവശ്യമില്ല. അത് തീർച്ചയായിട്ടും ഗ്യാരൻറ്റി പീരീഡ് കഴിയുന്നതിന് മുമ്പ് ഇങ്ങനെ ആവർത്തിച്ച് കംപ്ലൈൻറ്റ് വരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഹീറ്റർ എന്തോ മാനുഫാക്ചറിങ് ഫാൾട്ട് ഉള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് റീപ്ലേസ് ചെയ്ത് വാങ്ങിക്കുക. അപ്പോൾ എന്തായാലും അത് എങ്ങനെയാണ് ആ സ്റ്റിക്കർ എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മൾ റീപ്ലേസ് വാങ്ങിച്ച ഒരു ഹീറ്റർ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ മുന്നോട്ട് വന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ റീപ്ലേസ് ചെയ്ത് വാങ്ങി വെച്ചിട്ടുള്ള ഹീറ്റർ. ഇതിനി നമുക്ക് കമ്പനിയിൽ അയച്ച് പുതിയ ഫ്രഷ് പീസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ സ്റ്റിക്കർ കിട്ടിക്കഴിഞ്ഞാൽ ഷോപ്പിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ നിങ്ങൾക്കിത് ഷോപ്പിൽ നിന്നും മാറ്റി കിട്ടുന്നതായിരിക്കും. അതിനുശേഷം അവർ കമ്പനിയിലേക്ക് ഇത് അയച്ച് അവർക്ക് ഇത് കമ്പനി മാറ്റി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലൊരു സ്റ്റിക്കർ നിർബന്ധമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കമ്പനി ഇത് റീപ്ലേസ് ചെയ്യുകയുള്ളൂ. ആ സ്റ്റിക്കർ എന്തായാലും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഗ്യാരൻറ്റി പേപ്പറും കൂടി നിങ്ങൾ തിരിച്ച് നൽകുക. അതിനുശേഷം പുതിയ ഹീറ്ററിൻ്റെ സീരിയൽ നമ്പർ പതിപ്പിച്ച ഗ്യാരൻറ്റി പേപ്പറും കൂടി നിങ്ങൾ വാങ്ങി വയ്ക്കുക. അതിൽ ഒരുപക്ഷെ എന്നല്ല, അതിൽ ഉറപ്പായിട്ട് നിങ്ങൾ എപ്പോഴാണോ ഹീറ്റർ പർച്ചേസ് ചെയ്ത് ആ ഡേറ്റ് ആയിരിക്കും ആ ഗ്യാരൻറ്റി പേപ്പറിൽ അവർ എഴുതി തരിക. ആ ഡേറ്റ് ഉള്ള ഗ്യാരൻറ്റി പേപ്പർ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. നമുക്കിനി എത്ര വർഷമാണോ ഗ്യാരൻറ്റി പേപ്പർ പർച്ചേസ് ചെയ്ത ദിവസം മുതൽ ഉള്ളത്, അത്രയും വർഷത്തെ ഗ്യാരൻറ്റി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ എന്തായാലും ഇതുപോലെ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന വീഡിയോസുകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങൾക്ക് തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന്. ഗുഡ് ബൈ.